ബ്രോങ്കൈറ്റിസ് രോഗബാധിതയെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ട് ഇന്നേക്ക് 12 ദിവസങ്ങൾ തികയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 14 രോഗം കൂടിയതിനെ തുടർന്ന് റോമിലെ ജെമലി ആശുപത്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രവേശിപ്പിച്ചത്. അന്നു മുതൽ ഇന്നുവരെയുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗവിവരങ്ങളും എല്ലാം കൃത്യമായി വത്തിക്കാൻ പ്രസ് ഓഫീസ് മാധ്യമങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരു ദിവസം 2 അപ്ഡേറ്റുകളാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് മാധ്യമങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഒരേ സമയം ആശങ്കയും അല്പം ആശ്വാസവും നൽകുന്ന വാർത്തയാണ് വത്തിക്കാൻ നൽകുന്നത്. മാർപ്പാപ്പയുടെ രോഗാവസ്ഥ ഗുരുതരമായി തുടരുന്നു, ആ അവസ്ഥ സ്ഥിരതയോടെ നിൽക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് കൂടുതൽ അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗാവസ്ഥ പോകുന്നില്ല, എന്നാൽ അത് ഗുരുതരമാണ്. പൂർണ്ണമായി ആശ്വസിക്കാനാവുന്ന അവസ്ഥയിലേക്കും പാപ്പയുടെ രോഗാവസ്ഥ എത്തുന്നില്ല എന്നതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമതായി വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്വാസകോശ സംബന്ധമായ അണുബാധ കൂടുതൽ സങ്കീർണമായിട്ടില്ല എന്നുമാണ്. അതായത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം അദ്ദേഹത്തിന് 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചു എന്ന് റിപ്പോർട്ട് വന്നിരുന്നു. അത് കൂടുതൽ സങ്കീർണമല്ല. അതായത് അദ്ദേഹത്തിൻ്റെ ഹീമോഡൈനാമിക് പാരാമീറ്റേഴ്സ് എല്ലാം വളരെ സ്റ്റേബിളാണ്. അതായത് ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, രക്തപ്രവാഹം, ഓക്സിജൻ്റെ അളവെല്ലാം നോർമലാണെന്ന് വത്തിക്കാൻ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ നടന്ന ആ ഒരു ടെസ്റ്റിൽ. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകുന്നേരം ശ്വാസകോശത്തിലുള്ള അണുബാധയിൽ അദ്ദേഹത്തിനെ CT സ്കാനിന് വിധേയനാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇത്ര സങ്കീർണമായ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഡോക്ടർമാർ കൂടുതൽ ജാഗ്രത നൽകുന്നുണ്ടെന്ന് പ്രസ് ഓഫീസ് അറിയിച്ചു. അതിനോടൊപ്പം രാവിലെ മാർപ്പാപ്പ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും തുടർന്ന് തൻ്റെ ജോലികളിൽ വ്യാപൃതനായി എന്നും വത്തിക്കാൻ മാധ്യമങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വത്തിക്കാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അദ്ദേഹം തൻ്റെ ജോലിയിൽ വ്യാപൃതനായി എന്നുള്ളത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ സെക്രട്ടറി പിയട്രോ പരോളിൻ മാർപ്പാപ്പയെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അദ്ദേഹം പല ഭരണപരമായ തീരുമാനങ്ങളിലും ഒപ്പുവയ്ക്കുകയുണ്ടായി. പ്രധാനമായും വിശുദ്ധരുടെ നാമകരണ നടപടികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വത്തിക്കാൻ ഗവർണറേറ്റിൽ ഡിക്കാസ്ട്രിയുടെ തലപ്പത്ത് ചില ആളുകൾ അദ്ദേഹം നിയമിച്ചതായും നമുക്ക് കാണുവാൻ സാധിച്ചു. ഇന്നലെ വത്തിക്കാൻ ന്യൂസ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഒരു കർദിനാൾമാരുടെ കൺസിസ്റ്ററി വിളിച്ചു ചേർക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടതായി വത്തിക്കാൻ ന്യൂസ് ഇന്നലെ പുറത്തുവിട്ട വാർത്തകളിൽ വരുന്നുണ്ട്. റോമിലെ ജെമലി ആശുപത്രി എന്നുള്ള വാർത്തകളാണ് ഇത്രയെങ്കിൽ വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭാവത്തിലുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനായിട്ട് വത്തിക്കാനിൽ നിരവധി പ്രാർത്ഥനകൾ നടക്കുന്നു. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ്. മിഞ്ഞാന്ന് കർദിനാൾ പിയട്രോ പരോളിൻ്റെ നേതൃത്വത്തിൽ ജപമാല അർപ്പണം നടന്നു. ഇന്നലെ മുതൽ പിന്നീട് മറ്റ് കർദിനാൾമാരുടെയും മെത്രാന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗസൗഖ്യത്തിനായിട്ട് രാത്രി 9:30 മണിക്ക് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പ്രത്യേക പ്രാർത്ഥനയും ജപമാല അർപ്പണവും നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ലോകം മുഴുവൻ വളരെയധികം പ്രാർത്ഥനയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പൂർണ്ണ സൗഖ്യത്തോടുള്ള തിരിച്ചുവരവിനായിട്ട്. നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധ പിതാവ് ഊർജ്ജസ്വലനായി രോഗവിമുക്തി നേടി ഈ ആഗോള കത്തോലിക്ക സഭയെ നയിക്കാൻ അദ്ദേഹം വത്തിക്കാനിലേക്ക് തിരിച്ചെത്തുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ റോമിലെ ജെമലി ആശുപത്രിയിൽ നിന്നും വത്തിക്കാനിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ടുകളുമായി ഗുഡ്നസ് ടിവിയുടെ പ്രതിനിധികൾ കൃത്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗവിവരങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതിനുവേണ്ടി ഗുഡ്നസ് യൂട്യൂബ് ചാനൽ നിങ്ങളെപ്പോഴും സന്ദർശിക്കുക.